പ്രിയപ്പെട്ട നമസ്കാരം. അങ്ങനെ നമ്മുടെ സിനിമയും ജീവിതവും എപ്പിസോഡ് 32 ഇന്ന്. ഇന്നൊരു സന്തോഷവും കൂടിയുണ്ട്. നമ്മുടെ ഈ ഫൈസൽ റിക മട്ടാഞ്ചേരി, വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ കൂടെ നമ്മുടെ കോളനിയിൽ അർഷാദ് എന്ന കഥാപാത്രമായി വന്ന, ഔഡി പ്ലസിൽ ചെറിയൊരു വേഷമായി വന്ന, കേരള പോലീസിൽ ടോണി എന്ന കഥാപാത്രമായി വന്ന ചെറിയ ചെറിയ കഥാപാത്രത്തിൽ കൂടി നമ്മുടെ സിനിമയിലേക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷനിലോടും സഹകരിച്ച് നിന്ന ഒരു വ്യക്തി ഇന്ന് ആ പൃഥ്വിരാജിൻ്റെ കൂടെ ചെറിയൊരു സീനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ആക്ട് ചെയ്യാൻ പറ്റി. വളരെ നല്ലൊരു പടമാണ്. അതിൻ്റെ ട്രെയിലർ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു രക്ഷയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിരന്തരമായ സ്ട്രഗിൾ സാധാരണപ്പെട്ടവർക്ക് അങ്ങനെ പറ്റില്ല. കാരണം കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പണ്ടേ മുതലേ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്ട്രഗിൾ എടുത്തൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ നിരന്തരമായി അതിനുവേണ്ടി പോകാനും, അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ശകലം കാലിന് സ്വാധീനം കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ പരിഗണിച്ച് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറയാം. അപ്പോൾ എന്തായാലും മുന്നോട്ടുള്ള ജീവിതം സുന്ദരമാകട്ടെ. ഇതുവരെയും സ്വപ്നം കണ്ട ആ മൂവി എന്ന ലേബിളിൽ തന്നെ അദ്ദേഹത്തിന് ഇനി ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ കേരള പോലീസിൻ്റെ 3ാമത്തെ ഷെഡ്യൂളിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കാനുള്ളത്. മൈ ലൈഫ് മൈ മൂവി. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് കോഴിക്കോട് ലോഡ്ജിൽ വെച്ചിട്ട് ചെറിയ മെഡിക്കൽ കോളേജിൻ്റെ പരിസരമുള്ള തുച്ഛമായ വാടക കൊടുത്താൽ മതി, അതുകൊണ്ട് തന്നെ അവിടെയായിരുന്നു ഷെഡ്യൂള്. അപ്പോൾ അങ്ങനെ അവിടെ ക്യാമറാമാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് തെറ്റി വലിയ ഒരു ബാധ്യതയിൽ, ഏകദേശം എനിക്ക് തോന്നുന്നു 1,00,000 രൂപയോളം ബാധ്യതയിലാണ് അവിടുന്ന് പിരിയേണ്ടി വരുന്നത്. ടവേരയുടെ ഫണ്ടും അതേപോലെ തന്നെ ഞാൻ റെൻറ്റിനെടുത്ത ഇയോൻ്റെ ഫണ്ടുകളും ക്യാമറാമാൻ്റെ പൈസകളും, അങ്ങനെ ഒരു ഭാരിച്ച മേഖലയായിരുന്നു. അപ്പോൾ എന്ത് തന്നെയായാലും ആ 1,00,000 രൂപ ബാധ്യത ഇട്ടുകൊണ്ട് തന്നെ ഞങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ കുറച്ചൊക്കെ പൈസ കുറേ ദിവസത്തിന് ശേഷം, അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസത്തിന് ശേഷമാണ് പിന്നീട് ഷൂട്ടിങ് 3ാമത്തെ ഷെഡ്യൂൾ, അതായത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ 3ാമത്തെ ഷെഡ്യൂളിൽ നമ്മൾ എത്തിച്ചേരുന്നത്. കാരണം കുറേശ്ശൊക്കെ പൈസ കൊടുത്തു ഒതുക്കി. ഞാനെടുത്ത വണ്ടിയുടെ സൈലൻസറൊക്കെ പൊട്ടിയിരുന്നു. ആ സൈലൻസറൊക്കെ കോഴിക്കോട് മുതൽ ഇങ്ങോട്ട് ആ സൈലൻസർ പൊട്ടിയ വണ്ടിയിലാണ് വന്നത്. അതിനുശേഷം പൈസ ഒപ്പിക്കാൻ വേണ്ടി 2 ദിവസം എൻ്റെ കയ്യിൽ വണ്ടി ഇരുന്നു. അതിനുശേഷം സൈലൻസറൊക്കെ പോയി പഴയത് എടുത്തുകൊണ്ട് വന്ന് ഒട്ടിച്ചു. എങ്ങനെയായാലും കൊണ്ടുവന്ന് സാധനം കൊടുത്തു. ഇതിനിടയ്ക്ക് ഒരു പെറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇൻഷുർ തീർന്നിരുന്നതാണ്. അപ്പോൾ അങ്ങനെ പോലീസ് ചെക്കിങ്ങിനകത്ത് പെട്ടിട്ട് പിന്നെ മുതലാളിയെ വിളിച്ച് പറഞ്ഞു, ടാക്സി വണ്ടി അതിൻ്റെ പേരിൽ അവിടെ നിന്ന് ഇൻഷുർ എടുത്ത് തന്നു. പിന്നെ വണ്ടി റിക്കവറായി കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ എന്തായാലും വണ്ടിയൊക്കെ സേഫായി. പിന്നീട് നിരന്തരമായി ഇന്നോവ ടവേരക്കാരൻ, അത് അത്യാവശ്യം അവർക്ക് ഇത്രയും കിലോമീറ്ററൊക്കെ ഓടിയതിൻ്റെ പേരിൽ ഫണ്ടൊക്കെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പൈസകളൊക്കെ അറേഞ്ച് ചെയ്ത് കുറച്ച് പൈസകളൊക്കെ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എന്തായാലും 3ാമത്തെ ഷെഡ്യൂള് ഫൈസൽക്കാടൊക്കെ കെയർ ഓഫിൽ തന്നെ കുറച്ച് ആൾക്കാരെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. ഫൈസൽക്കാരുടെ കെയർ ഓഫിലാണ് രാജീവ് വന്നത്. അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ വന്നു. അപ്പോൾ അവരെല്ലാം ചെറിയ ബഡ്ജറ്റ് ഇടാമെന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം അവസരങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 7-8 ദിവസത്തെ ഷൂട്ടുണ്ട് ഇനി അങ്ങോട്ട്. ഞാൻ വിചാരിച്ച് തീരും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും വീണ്ടും 3ാമത്തെ ഷെഡ്യൂളിൽ വീണ്ടും ഞങ്ങളുടെ പുറത്തുനിന്ന് ഒരു സ്വിഫ്റ്റ് കാറാണ് എടുത്തത്. അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3 ദിവസത്തേക്കെന്നും പറഞ്ഞാണ് എടുത്തത്. പക്ഷേ 8 ദിവസത്തേക്ക് ഷൂട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1200 എങ്ങാണ്ടായിരുന്നു റെൻറ്റ്. അങ്ങനെ ഞങ്ങൾ 3ാമത്തെ ഷെഡ്യൂൾ പ്ലാൻ ചെയ്തു. എല്ലാവരും വന്നു. ഞങ്ങൾ കരുനാഗപ്പള്ളിയിൽ ക്രൗൺ എന്ന് പറഞ്ഞ ഒരു ലോഡ്ജ് ഉണ്ട്. അപ്പോൾ അവിടെ റൂം എടുത്തു. അതിനുശേഷം അവിടെ പോലീസ് സ്റ്റേഷൻ്റെ സിറ്റുവേഷനൊക്കെ ചിത്രീകരിക്കുന്നു. അത് ബിസോൾ എന്ന് പറഞ്ഞ ക്യാമറമാനാണ് വന്നത്. അപ്പം ഈ ക്യാമറാമാന്മാരെ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടാത്ത ഒരു സാഹചര്യം. ഫണ്ടൊത്ത് വരുമ്പോൾ ആർട്ടിസ്റ്റുകൾ റെഡി ആയിട്ട് വരുമ്പോൾ ക്യാമറമാനെ കിട്ടത്തില്ല. ക്യാമറമാനെ കിട്ടുമ്പോൾ ഫണ്ടൊക്കത്തില്ല, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ കിട്ടത്തില്ല. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് കുറച്ചൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഔഡി പ്ലസിൽ ആദ്യമായിട്ട് തീർത്ത് തന്ന ബിജു പോത്തൻകോടിൻ്റെ കയ്യിൽ നിന്ന് ഞാനൊരു സോണിയുടെ 7S2ഉം അതിൻ്റെ കുറച്ച് ലെൻസും എടുത്തു. അങ്ങനെ വിസോൾ എന്ന് പറഞ്ഞ ക്യാമറാമാൻ മെയിൻ പോയതിനു ശേഷം ആദ്യത്തെ ഒരു ദിവസമോ 2 ദിവസമോ ഉണ്ടായിരുന്നു. അതായത് ആദ്യം കരുനാഗപ്പള്ളി എടുത്തു. അതിനുശേഷം ഞങ്ങൾ സിറ്റി പ്ലസയിൽ റൂമുണ്ട്, അവിടെ ഒരു പ്രതി ചോദ്യം ചെയ്യുന്ന ഒരു സംഭവം എടുത്തു. അതിനുശേഷം അഴീക്കൽ, വലിയ അഴീക്കൽ, ആലങ്കട്, അങ്ങനെയുള്ള കുറേ ഭാഗങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്തു. അതിനുശേഷം പുള്ളിക്ക് പിറ്റേന്ന് വർക്കുണ്ട്, പുള്ളി കിട്ടത്തില്ല. അപ്പം അങ്ങനെ ഏത് തന്നാലും പുള്ളി പോയി. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച് എൻ്റെ ഈ ക്യാമറ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ വാ, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് ഞാൻ ചെയ്തു. അത്യാവശ്യം എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല, പക്ഷേ എനിക്ക് ഭയങ്കര പാഷനാണ് നമ്മുടെ ക്യാമറ ചെയ്യുക എന്നുള്ളത്. അതിനകത്ത് ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ലെൻസ്
കുറച്ച് പഴകിയ ലെൻസാണ്. അപ്പം ബ്ലർനെസ് വലിയ മോണിറ്റർ ഒന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഡെപ്ത് കിട്ടുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഷട്ടർ എന്തോ ഇട്ടത് ശകലം വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊരു വ്യക്തമായ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഞങ്ങളായിരുന്നെങ്കിൽ പോയിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തു. മിന്നൽ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പം അയാളെ ഈ കാട്ടിനകത്ത് വെച്ച് ഇടിയും ഈ പോലീസുകാർ കണ്ടെത്തുന്നതും അവർ തമ്മിൽ ഇടിയിടുന്ന ഒരു സംഭവമൊക്കെയാണ്. അതൊക്കെ ഷൂട്ട് ചെയ്തതായിരുന്നെങ്കിൽ നമ്മുടെ കണ്ടൽക്കാടുണ്ട്, അതായത് വലിയ അഴീക്കലിൻ്റെ ഹാർബറിനടിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഒരു കണ്ടൽക്കാടുണ്ട്. അവിടെ വെച്ചിട്ടാണ് നമ്മളിത് ചിത്രീകരിച്ചത്. ഔഡി പ്ലസും അതിൻ്റെ ആ വലിയ അഴീക്കൽ വെച്ചിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. അത് ഔഡി പ്ലസിൻ്റെ അവസാനം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം. ആ ഒരു ഏരിയ അഴീക്കൽ ഭാഗമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞു നേരെ ഞങ്ങൾ ആലുംകടവിലേക്ക് വന്നു. അപ്പോൾ ആലുംകടവിൽ കുറേ സീനുകൾ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടു. അതേപോലെ കടപ്പുറത്ത് കൊണ്ടുപോയി കളയുന്ന ഒരു സാധനം, അത് കാട്ടിൽ മേക്കൽ അമ്പലത്തിൻ്റെ അടുത്ത് വെള്ളനാവൂർ തയ്യാറിയുടെ ഭാഗത്താണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നീട് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കിന് ഈ കൊച്ചുകുട്ടികളുടെ ഒരു സീക്വൻസ് ഉണ്ട്. ഈ കൊച്ചുകുട്ടികൾ ഒരു കാരണവശാലും കരുനാഗപ്പള്ളിക്ക് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികളെ കിട്ടാൻ വലിയ പാടാണ്. കാര്യം എവിടേക്കോ പഠിക്കുന്ന കുട്ടികളാണ്. നമ്മുടെ അത്യാവശ്യത്തിന് വേണ്ടി അവർ സഹകരിച്ച് അങ്ങനെ വന്ന ഒരു 2 കുട്ടികളാണ്. എന്തായാലും അവരുടേക്ക് എങ്ങനെയെങ്കിലും കാല് പിടിച്ചു. അത് ഇന്ന ദിവസം ഫ്രീ ഉണ്ട്, നിങ്ങൾ വന്നാൽ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു ലോറി വേണം നമുക്ക്, ഒരു പാൻറ് ലോറിയാണ് വേണ്ടത്. പക്ഷേ മിന്നലിൻ്റെ ഇടിച്ച് പറഞ്ഞപ്പോൾ മിന്നൽ അവിടെ ഒരു ടിപ്പർ അറേഞ്ച് ചെയ്തു. അതുമല്ല, ഞങ്ങൾ ഉച്ചയ്ക്ക് ചെന്നിട്ടും ഇവർ വൈകുന്നേരം 4 മണിയായി വന്നപ്പോൾ ഈ കൊച്ചു ആർട്ടിസ്റ്റുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോയ്സുകൾ വന്നു. എടുക്കാതിരിക്കാനും പറ്റത്തില്ല, എടുക്കാനും പറ്റാത്തൊരു സിറ്റുവേഷൻ. എന്തായാലും ചെന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷൂട്ടൊക്കെ ചിത്രീകരിച്ചു. പക്ഷേ പണി കിട്ടി, നോയ്സ് ആയിരുന്നു. അതേപോലെ തന്നെ എനിക്ക് വേണ്ട ഒരു ഫ്രെയിമും ഇല്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ഒന്നും കൂടെ റീഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നീട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വള്ളം. ഞങ്ങൾ ഇവിടുന്ന് കരുനാഗപ്പള്ളിയിൽ നിന്നും രാത്രിയിൽ അഴീക്കലൊക്കെ ഷൂട്ട് കഴിഞ്ഞ് രാത്രിയിൽ വന്നു. രാത്രിയിൽ വന്നതിന് ശേഷം നേരെ ഞങ്ങൾ പോകുന്നത് കോഴിക്കോട് പോകണം. രാത്രിയിൽ കോഴിക്കോട് എത്തണം. പിറ്റേന്ന് രാവിലെ കോഴിക്കോട് ഒരു 8 മണിയാകുമ്പോൾ എത്തണം. 8 മണിയായിട്ട് എത്തിയിട്ട് ഒരു വള്ളം, അതായത് ഒരു ഹൗസ് ബോട്ടിനകത്ത് ഈ കുട്ടികളെ കടത്തിക്കൊണ്ട് പോകുന്ന ഒരു സീക്വൻസാണ് എടുക്കാനുള്ളത്. എന്ത് തന്നെയായാലും 8 മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്. അതായത് വൈകുന്നേരത്തിനുള്ളിൽ ഈ 2 സീക്വൻസും എടുത്തിട്ട് ഒരു ആശുപത്രിയിലെ ഒരു ക്ലൈമാക്സ് സീനും ഈ സീനും എടുത്തിട്ട് തിരിച്ചു വരാമെന്ന്. പക്ഷേ പണി പാളി. 3 സീനുകളാണ് തീർക്കാനുള്ളത്. അതായത് ഒന്ന് ഈ വള്ളത്തിനകത്ത് കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന ഒരു സീക്വൻസ് എടുക്കണം. രണ്ടാമത് ഹോസ്പിറ്റലിലെ ക്ലൈമാക്സ് എടുക്കണം. മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് മറ്റെന്തോ ഒരു പോർഷൻസ് ഉണ്ട്. ഈ കുട്ടികളുടെ തന്നെ ഈ ലോറിയുമായിട്ട് പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതായത് ഈ ലോറിയിൽ കയറി കുട്ടികൾ രക്ഷപ്പെടുന്ന ഒരു സീക്വൻസ്. ആ സീക്വൻസ് എന്തായാലും ചീറ്റ് പോയിട്ടുണ്ട്. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല. ഒന്ന് നോയ്സ് അടിച്ചു. അവർ ആർട്ടിസ്റ്റുകൾ വരാൻ താമസിച്ചപ്പോഴത്തേക്കിന്, ആ കുട്ടികൾ വരാൻ താമസിച്ചപ്പോഴത്തേക്കിന് ആ നോയ്സ് അടിച്ചു. വ്യക്തമില്ലാത്ത, പെട്ടെന്ന് എടുത്തു പോയപ്പോൾ നോയ്സും അടിച്ചു. അതേപോലെ തന്നെ ആ ലോറി ഒരു സിനിമാറ്റിക് സ്റ്റൈലും ഇല്ലാത്ത ഒരു ടിപ്പർ ലോറി ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സീൻ പാളിയിട്ടുണ്ട്. സിനിമയെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഷൂട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ആ ക്ലിപ്പുകൾ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. എങ്കിൽ തന്നെയും ഈ വള്ളത്തിലുള്ള ഷൂട്ടുകളും ഈ ഹോസ്പിറ്റലിലുള്ള ഷൂട്ടുകളും നമുക്ക് ചിത്രീകരിക്കാൻ പറ്റി. അങ്ങനെ ആ ഷെഡ്യൂളും ഇതിനിടയ്ക്ക് 2 ദിവസത്തേക്ക് എടുക്കുകയെന്ന് പറഞ്ഞാൽ 2 ദിവസത്തേക്കാണല്ലോ, 2-3 ദിവസത്തേക്കാണ് ഷിഫ്റ്റ് എടുത്തത്. പക്ഷെ അവർ നിരന്തരമായ പ്രശ്നം. കാരണം വിളിയും കാര്യങ്ങളും അങ്ങ് തുടങ്ങി. കാര്യം വണ്ടി വേറെ ഓട്ടം കൊടുക്കേണ്ടതാണ്, വരണം, എത്രയും പെട്ടെന്ന് ഇവിടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണി. അപ്പോൾ എന്ത് തന്നെ ആയാലും ഞങ്ങൾ ഒരുവിധം ഈ ഷൂട്ടൊക്കെ ഒപ്പിക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നൈറ്റ് ആയാലും മതി നമുക്ക്. ഞങ്ങൾ പകലുള്ള ഷൂട്ടുകളൊക്കെ തീർത്തു, നൈറ്റ് മതി നമുക്ക്. കാര്യം അവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ, പിറ്റേന്ന് ഒരു ദിവസത്തേക്ക് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി റെൻറ്റ്, ഫുഡ്, റൂം, അതൊന്നും നടക്കുന്ന കേസ് കിട്ടല്ല. കാര്യം ഒരു ദിവസം കൊണ്ട് അവിടെ ചെന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷൂട്ട് ചെയ്ത് ആവശ്യമുള്ള സാധനം എടുത്തിട്ട് തിരിച്ചു വരിക. വേണമെങ്കിൽ ആ 2 കുട്ടികൾ കരുനാഗപ്പള്ളിയിലേക്ക് വന്നാൽ ഓക്കെ, പക്ഷെ അവർക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെങ്കിലും ഗ്യാപ്പ് കിട്ടിയ സമയത്ത് അതങ്ങ് ചെയ്തതാണ്. അങ്ങനെ ഒരു 4-5 ഹോസ്പിറ്റലുകളിൽ ചെന്നു ചെറിയൊരു സീക്വൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരാളും സമ്മതിച്ചില്ല എന്നുള്ളതാണ്. മാനേജറിൻ്റെ അടുക്ക് ചോദിക്കട്ടെ, അത് ഷൂട്ടിങ്ങിന് പെർമിഷൻ കൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു 4-5 ഹോസ്പിറ്റലിൽ ഷിബു എന്ന് പറയുന്ന ഒരാളുണ്ട്. ഞങ്ങൾ ക്രൂസൊക്കെ അവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ കിടന്ന് അലയുകയാണ്. ഏകദേശം രാത്രി 12 മണിയായിട്ട് പോലും ഞങ്ങൾക്കൊരു ഹോസ്പിറ്റലും ഷൂട്ട് ചെയ്യാൻ തരുന്നില്ല എന്നുള്ളതാണ്. പലരെയും വിളിച്ച് നോക്കുന്ന ഒരു രക്ഷയില്ല. 2-3 ആശുപത്രി പോയി, ആരും അങ്ങനെ ഷൂട്ടിന് പെർമിഷൻ തരുന്നില്ല. അവസാനം നമ്മുടെ കേരള പോലീസിലെ ഒരു ഷിജു എന്ന് പറയുന്ന ഒരു കോൺസ്റ്റബിൾ കഥാപാത്രമുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞു, എൻ്റെ ഒരു ഹെൽത്ത് ഉണ്ട്, എൻ്റെ വീടിനടുത്തൊരു ഹെൽത്ത് ഉണ്ട്, അപ്പോൾ എനിക്ക് പരിചയമുണ്ട്, തൽക്കാലം നമുക്ക് വേണമെങ്കിൽ അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാം. അങ്ങനെ വെറും ചെറിയ ഒരു ഹെൽത്തിൽ ഈ ക്ലൈമാക്സിൻ്റെ ഒരു സാധനം ചിത്രീകരിച്ചു രാത്രിയിൽ. പക്ഷേ
അത് ഇറങ്ങി വരുന്നത് ചെറിയൊരു ഹെൽത്തിൽ നിന്നാണെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഇവർ കയറി വരുന്ന ആ സീക്വൻസ് കാണിച്ചിരിക്കുന്നത് കോഴിക്കോട് പ്രശസ്തമായ ഒരു ആശുപത്രിയാണ്. അപ്പോൾ അതിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി കേട്ടോ. കാരണം എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല. അതെന്തായാലും ആദ്യത്തെ ഷെഡ്യൂളിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് വലിയൊരു ആശുപത്രി. അന്നും ഇതേപോലെ തന്നെ 4, 5 ആശുപത്രി പെർമിഷൻ ചോദിച്ചു. ഓരോരുത്തരും തന്നില്ല. അവസാനം ഞങ്ങൾ എന്ത് ചെയ്തു, ക്യാമറ റോഡിൽ വെച്ചു. ഒരു വണ്ടി ആശുപത്രിയിലേക്ക് കയറുന്നതും തിരിച്ചിറങ്ങുന്നതുമായ സീൻ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ക്യാമറ അതിനകത്ത് വെച്ചിട്ട് ഹോസ്പിറ്റലിൽ ഇവർ സംസാരിച്ചുകൊണ്ട് പോകുന്നതും നിർത്തുന്നതും ഇറങ്ങുന്നതും ഒക്കെ അതിനകത്ത് നിന്ന് ഷൂട്ട് ചെയ്തു. അങ്ങനെ ഒരു 3 ടേക്കിൽ തീരേണ്ട സംഭവമാണ്. പക്ഷേ നമ്മുടെ ക്യാമറാമാൻ സുരേഷ് ഏട്ടൻ ഒരു ശകലം ജെർക്കിങ് എങ്ങാണ്ടൊക്കെ ആയിപ്പോയി. അപ്പോൾ പുള്ളി 2, 3 പ്രാവശ്യം കൂടെ അഡീഷണൽ ആയിട്ട് ഈ ഇന്നോവ വരുന്നതും പോകുന്നതും ഒക്കെ അവിടെ CCTV കാണുന്നുണ്ട്. അങ്ങനെ ആയപ്പോൾ സെക്യൂരിറ്റിക്ക് ഒരു ഡൗട്ടായി. അപ്പോൾ സെക്യൂരിറ്റി ക്യാമറയും കണ്ടു. അങ്ങനെ ഞങ്ങൾ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ തന്നില്ല. സമയമെടുക്കും, അതൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ കരുനാഗപ്പള്ളി വരേണ്ടതാണ്, തീർക്കേണ്ടതാണ്. ഭയങ്കര റിസ്കിലിരിക്കുകയാണ്. അങ്ങനെ എന്ത് തന്നെ ആയാലും ഞങ്ങൾ ആ ഷൂട്ട് എടുത്തു. സെക്യൂരിറ്റി തടഞ്ഞു. അപ്പോഴത്തേക്കിനും ക്യാമറാമാൻ എന്തായാലും ക്യാമറയും കൊണ്ട് ഇനി പുറത്തിറങ്ങി. കാരണം നമ്മളൊരു ഹോസ്പിറ്റലിനെ ഇഷ്യൂ ചെയ്യുന്ന രീതിയിലുള്ള സംഭവമൊന്നുമല്ല. ഒരു ക്ലൈമാക്സിന്റെ ചിത്രീകരണം. അവരത് വലിയ ആനക്കാര്യമായിട്ട് എന്തോ സംഭവമൊക്കെ ഏറ്റെടുത്തു. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവ് ആണോ ഇവർ ചിത്രീകരിക്കുന്നതെന്നൊക്കെ ഇവർക്കൊന്ന് പഠിക്കാനുള്ള ടൈമാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു വിഷയമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു വലിയത്തെ ആശുപത്രി ഞങ്ങൾ ഷൂട്ട് ചെയ്ത കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെ ഒക്കെ അവിടെ പ്ലസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ആ പുറത്തു നിന്നും ചീറ്റ് ചെയ്തും ഒക്കെ പുറത്തുള്ള വലിയ ആശുപത്രി എടുത്തു. അതിനുശേഷം ചീറ്റ് ചെയ്തു ഒരു ഹോമിയോയിൽ വെച്ചിട്ട്, ഒരു ചെറിയ ഹെൽത്തിൽ വെച്ചിട്ട് ഈ അവസാനത്തെ ക്ലൈമാക്സ് ഈ സാധനം നമ്മൾ ചിത്രീകരിച്ചു. അവിടെ നിന്നും ഞങ്ങൾ തിരിച്ച് പാക്കപ്പായി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് തന്നെ ഈ വണ്ടിക്കാരൻ വലിയ പ്രശ്നം. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ സിഫ്റ്റിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നത് വെച്ചാൽ ഞാൻ ടയേർഡാണ്. പക്ഷേ എങ്കിൽ തന്നെയും നമ്മുടെ ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ വണ്ടി ഒരുപാട് ഓടിച്ചു. കാര്യം എനിക്ക് ഒരു 1/4 മണിക്കൂറൊക്കെ ഓടിക്കുമ്പോഴത്തേക്കിനും ഉറങ്ങിപ്പോവുക, ക്ഷീണമുണ്ട്, ടെൻഷനുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ ഈ പറയുന്ന രീതിയിൽ വണ്ടി കൊണ്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഫണ്ടില്ല. വല്ലാത്തൊരവസ്ഥയാണ്. അതിന് റൂം എടുത്തിട്ടുണ്ട്, അതിന് ഫണ്ട് കൊടുക്കണം. കാര്യം കോഴിക്കോട്ടേക്ക് പോയപ്പോൾ തന്നെ റൂം വെക്കേറ്റ് ചെയ്യാതാണ് പോയത്. കാര്യം അതിനകത്ത് 1, 2 പേരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെക്കേറ്റ് ചെയ്യാതാണ് പോയത്. കിടപ്പുണ്ടായിരുന്നു. കാര്യം തിരിച്ചു വന്നിട്ട് പിന്നെ ഷൂട്ടുണ്ടല്ലോ. അപ്പോൾ കോഴിക്കോട് വരെ പോകുമ്പോഴത്തേക്കിനും വെക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിനുള്ള സമയമല്ലായിരുന്നു. കാര്യം വൈകുന്നേരം ഷൂട്ട് കഴിഞ്ഞ് പെട്ടെന്ന് അവിടുന്ന് പടച്ചടിച്ച് പോയെങ്കിലേ രാവിലെ അവിടെ നിൽക്കുള്ളൂ, കോഴിക്കോട് നിൽക്കുള്ളൂ. അപ്പോൾ അത്രയും വലിയ സ്ട്രഗിളായിരുന്നു. 3ാമത്തെ ഷെഡ്യൂൾ തിരിച്ചു വന്നപ്പോൾ ഈ വണ്ടിക്കാരന് വണ്ടി കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങളുടെ ഇച്ചിരി ഫണ്ടേ ഉള്ളൂ. നാളെ എന്തോ തരത്തിലൊക്കെ ആരോഗ്യം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഒരു ബലം. പക്ഷെ അവിടെ ചെന്നപ്പോൾ അപ്പം അവന് ഫണ്ട് വേണം. നമ്മുടെ വീടുമായിട്ട് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം. കാര്യം കഴിഞ്ഞ കോളനി മൂവിലും മൗഡി പ്ലസിലും എല്ലാം ഈ കേരള പോലീസിൽ വരെയും ഒരുപാട് വാഹനങ്ങൾ എടുത്ത് ഏകദേശം 2-3 ലക്ഷം രൂപ റെന്റ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അതൊന്നും ഇവന് കാര്യമില്ല. ഇവൻ ഏറ്റവും ലാസ്റ്റ് ഞങ്ങളുടെ ഹാർഡ് ഡിസ്ക്, അതേപോലെ ചെറിയ ജിമ്പൽ, ഇതെല്ലാം കൂടെ അവിടെ പിടിച്ചു വെച്ചു. എന്നിട്ട് ഞങ്ങൾ രാത്രിയിൽ വല്ലാത്തൊരവസ്ഥയിൽ രാത്രി ഏകദേശം എനിക്ക് തോന്നുന്നു 2 മണിയോളം ആയി. 2 മണിക്ക് ഫുഡ് ഞങ്ങൾ കോഴിക്കോട് നിന്ന് വന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ അങ്ങനെ ഞങ്ങൾ ആ വണ്ടിക്കകത്തുള്ള സാധനം മൊത്തം പുട്ടുകട എന്ന് പറയുന്നൊരു കരുനാഗപ്പള്ളി സ്ഥാപനമുണ്ട്. അവിടെ വാരിയിട്ടിട്ടാണ് ഇവരെ വണ്ടി കൊണ്ട് കൊടുക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ഒരുപാട് തെറിവിളിയും കാര്യങ്ങളും ഒക്കെ ആയി. വെളുപ്പാങ്കാലം വരെയും ഇവന് നമ്മളെ ഇടങ്ങേറ് ചെയ്ത് കളഞ്ഞു. എന്നാൽ വീട്ടിനപ്പുറത്തുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ പരിചയക്കാരൊക്കെ കുറേ ആൾക്കാരുണ്ട് അവിടെ. അവരെയൊക്കെ വിളിച്ച് ബുദ്ധിമുട്ട് വെക്കേണ്ട എന്ന് വിചാരിച്ചു. കാര്യം ഫണ്ട് കയ്യിലോട്ട് നാളെ വരുള്ളൂ. കുറച്ച് ഫണ്ടുണ്ട്. അത് കൊടുത്തിട്ടൊന്നും ഇവൻ സ്വീകരിക്കുന്നില്ല. ഏകദേശം അഡീഷണൽ കിലോമീറ്റർ, കാര്യം ഏകദേശം കിലോമീറ്റർ 200 കിലോമീറ്ററാണ് പെർ ഡേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോഴിക്കോടൊക്കെ പോയി ഇത്രയും ഷൂട്ടിങ്ങിൻ്റെ ഒരു വൈഡ് ആംഗിളിലേക്കൊക്കെ പോയപ്പോൾ കിലോമീറ്റർ നല്ലോണം മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 12,000 13,000 രൂപ കണ്ടാണ് ഇവൻ ബില്ലിട്ടത്. അപ്പോൾ എന്ത് തന്നെ ആയാലും പിറ്റേന്ന് ഞങ്ങൾ പൈസ കൊണ്ടുവന്ന് ഞങ്ങളൊരു കിളയോടെ പൈസ എടുക്കുക ഷൗക്കത്ത്. അങ്ങനെ 2 ഇന്നോവ നിറച്ച് അവിടെ ആൾക്കാർ ചെന്ന് അവൻ്റെ ഫണ്ട് കൊടുത്തു, സാധനം റിലീസ് ചെയ്ത് ഞങ്ങളെടുത്തു. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് അവിടുന്ന് പിരിയുകയാണ്. കാരണം ഇനിയുള്ളത് വലിയൊരു കടലാണ്. അപ്പോഴത്തേക്കിനും പൈസ കയ്യിലില്ല. കാര്യം റൂം റെന്റ് കൊടുക്കാനും കഷ്ടിച്ചേ ഉള്ളൂ. എപ്പോഴും ദാരിദ്ര്യത്തിലാണ് ഷൂട്ട് നടക്കുന്നതും തീരുന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ചെയ്തു വന്നപ്പോൾ ഫണ്ടില്ലാതായ ഒരു സിറ്റുവേഷൻ. അങ്ങനെ 3ാമത്തെ ഷെഡ്യൂളും അവിടെ ബാക്കപ്പായി. ഇനി 4ാമത്തെ ഷെഡ്യൂൾ. 4 ഷെഡ്യൂളിന് തീർന്നില്ല. 5ാമത്തെ ഷെഡ്യൂൾ ഉണ്ടെങ്കിലേ കേരള പോലീസ് തീരുള്ളൂ. അങ്ങനെ 4ാമത്തെ ഷെഡ്യൂൾ വീണ്ടും കുറേ ദിവസത്തിന് ശേഷം കുറച്ച് സീക്വൻസ് ഒക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ ഫിറോസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം, പുള്ളിക്ക് മിക്കവാറും ബാംഗ്ലൂരോ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന ഒരു പുള്ളിയാണ്. അപ്പോൾ പുള്ളി നാട്ടിലുണ്ടെങ്കിലേ എടുക്കാനൊക്കുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളൊരു പാട്ട് കാണിക്കണം അല്ലെങ്കിൽ ഒരു ട്രെയിലർ ഇറക്കണമെങ്കിൽ തന്നെ
നമ്മുടെ ഈ ജില്ലകൾ ഇങ്ങനെ കിടക്കുകയാണ്. കാര്യം കോഴിക്കോട് ഷൂട്ട് നിർത്തിയിട്ടാണ് പിന്നെ നമ്മളിങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ജില്ലകൾ കവർ ചെയ്യണം. അപ്പോൾ എന്തായാലും വടക്കോട്ട് പോകുന്നില്ല. കാര്യം വയനാട്, പാലക്കാട് ഷൂട്ട് ചെയ്യാനുണ്ട്. അത് ഷൂട്ട് ചെയ്യാൻ പോകുന്നില്ല. തെക്കോട്ട് അതായത് നമ്മുടെ എറണാകുളം, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം അങ്ങനെ കുറച്ച് ജില്ലകൾ. ഈ ജില്ലകളെല്ലാം ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. വെറും 2 ദിവസമാണ് ഈ ഷൂട്ട് ചെയ്യാനുള്ള ഈ സംഭവമായിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്. ആ പാട് വീണ്ടും ഒരു 10 25 രൂപ ഒപ്പിച്ചു. ക്യാമറാമാൻ്റെക്ക് പറഞ്ഞു ഇതേ ഞങ്ങൾക്ക് തരാനുള്ളൂ, 2 ദിവസം ഷൂട്ട് ചെയ്യുള്ളൂ. അങ്ങനെ ഞങ്ങൾ ക്യാമറാമാനെയും വിളിച്ചിട്ട് നേരെ ഇവിടുന്ന് ട്രെയിൻ കയറി ഞങ്ങൾ ഇവിടെ തൃശ്ശൂർ ഇറങ്ങി. തൃശ്ശൂർ ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് പോകേണ്ട വാഗമണാണ്. അങ്ങനെ ഞങ്ങൾ പ്രൊഡ്യൂസറും കാര്യങ്ങളൊക്കെ വന്നു. അല്ല, നമ്മുടെ ഫിറോസിക്ക എന്ന് പറഞ്ഞൊരു കഥാപാത്രം വന്നു, ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളും വന്നു. അതിനുശേഷം ഞങ്ങൾ വാഗമണിലേക്ക് പോയി. രാവിലെ ഷൂട്ട്. അവിടെ ചെന്ന് ഫ്രഷായി. ഒരു റൂമുണ്ടായിരുന്നു, ഒരു വില്ല ഉണ്ടായിരുന്നു. ആ വില്ലയിൽ പോയിട്ട് ഞങ്ങൾ ഫ്രഷായി. അത് പറ്റുമെങ്കിൽ ഞാനിവിടെ കാണിക്കാം. വളരെ നല്ല മാന്യമായ ഡീലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വളരെ വൃത്തിയായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു. വളരെ തുച്ഛമായ ബഡ്ജറ്റേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അവിടേക്ക് ഒന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ ഹെലിക്യാമറക്കാരനുണ്ട്. അങ്ങനെ ഹെലിക്യാമറ വേണമല്ലോ, കാര്യം ഇത്രയും ജില്ലയിൽ പോവുകയാണ്. അപ്പം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടീമാണ് നമ്മുടെ കൂടെ ഹെലിക്യാം ചെയ്യുന്നത്. നല്ല ഫ്രെയിമുമാണ്, നല്ല മാന്യമായ റേറ്റിലാണ്, നമ്മുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള റേറ്റിലാണ് പുള്ളി വാങ്ങുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും വളരെ മനോഹരമായിട്ട് തന്നെ കോട്ടയം, അതേപോലെ തന്നെ നമ്മുടെ തൃശ്ശൂരുണ്ട് അതിനകത്ത്. അങ്ങനെ മിക്കവാറും ഉള്ള ജില്ലകളൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. ട്രാവലിംഗ് ആണ്. ഈ 2 ദിവസം ഇത്രയും ജില്ല കവർ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് മാറി 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 വണ്ടി ഓടിക്കുകയാണ്. കാര്യം ഞാൻ ഓടിക്കുന്നുണ്ട്, ഷിബു എന്ന് പറയുന്ന ഒരു ആക്ടറുണ്ട്, അതിനുശേഷം ഫിറോസിക്കായി ഓടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടി ഓടിച്ചങ്ങ് പണ്ടാരം തുടങ്ങി. കാര്യം ഇടുക്കി പോകണം. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ വളരെ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു ട്രാവലിംഗ് സാധനം ഫുള്ള് ഞങ്ങൾ ഷൂട്ട് ചെയ്തു. ഷൂട്ട് ചെയ്തതിന് ശേഷം ജില്ലകളൊക്കെ അത്യാവശ്യം തീർന്നു. ഇനി വയനാട്, പാലക്കാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി 4ാമത്തെ ഷെഡ്യൂൾ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്തു. നമ്മുടെ കൂടെ വന്ന വിസോളിൻ്റെ അനീഷ് എന്ന് പറഞ്ഞ അസിസ്റ്റൻ്റായിട്ട് വന്ന ഒരു ടീമായിരുന്നു ക്യാമറ ചെയ്തത്. വലിയ കുഴപ്പമില്ല. കാര്യം ഞാനും കൂടെ ഒക്കെ ഉള്ളതിൻ്റെ പേരിൽ ഇനി എനിക്ക് തലവേദന പിടിച്ച് വെക്കാൻ വയ്യ. കാരണം ക്യാമറയും ലൈറ്റ് യൂണിറ്റിനും ഒക്കെയാണ് എൻ്റെ മൂവിയിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയതും ബഡ്ജറ്റ് നേടിയിട്ടതും ഷൂട്ട് നിൽക്കാനും കാരണം. അപ്പോൾ അതുകൊണ്ട് ചെറിയ ക്യാമറ ആണെങ്കിലും അത് മതി എന്ന് വിചാരിച്ച് ഞാൻ ലാസ്റ്റ് ഗതി കെട്ട് ആ ക്യാമറാമാനെ മാത്രം കൂട്ടിക്കൊണ്ട് പോയുള്ളൂ. ഒരു ലൈറ്റപ്പും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ എന്തായാലും മര്യാദയ്ക്ക് അത്യാവശ്യം ട്രാവലിംഗ് സീൻ ഉള്ളതിൻ്റെ പേരിൽ ഇത് സാധനങ്ങളൊക്കെ എടുത്തു. പക്ഷേ അതുകൊണ്ടും തീർന്നില്ല. കോളനി മൂവിയിൽ ഒരു 5 ദിവസം ഷെഡ്യൂളും കൂടെ ഇനിയും കിടക്കുകയാണ്. കാര്യം ആ ലോറിയിൽ ചീറ്റിപ്പോയ ഷൂട്ടുകളുണ്ട്, ഒരു കൺട്രോൾ റൂമുണ്ട്, അതേപോലെ തന്നെ ഫസ്റ്റ് ഒരു ചെറിയ സാധനമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ തീർന്നെങ്കിലേ കേരള പോലീസ് എന്ന് പറയുന്ന ഒരു മൂവി ഫിനിഷ് ആവുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാര്യം ഇനി അതിനകത്തൊരു 10-15 പേർക്ക് അവസരം കൊടുക്കാനുണ്ട്. പക്ഷേ 1,00,000 രൂപ ഇത്രയൊക്കെ നമ്മൾ ചിലവാക്കി. പക്ഷേ അത് തീരാറായി. അതിൻ്റെ പാട്ടുകൾ ഇറങ്ങി. അങ്ങനെ സുനിൽ വള്ളികുന്നം എന്ന് പറയുന്ന ഒരു ടീമായിരുന്നു ആ പാട്ട് ഞങ്ങൾക്ക് എഴുതി തന്നത്. എന്തായാലും അതിന് ആ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ടുള്ള ഒരു നല്ല സോങ്ങാണ്. അത് നമുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. അതിൻ്റെ ചെറിയ ട്രെയിലറും ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ഒഫീഷ്യലായിട്ട് ഒരു ഒറിജിനാലിറ്റി ആയിട്ട് ഇറക്കണമെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഷൂട്ടും കൂടെ തീർന്നിട്ട് അതിൻ്റെ ഡബ്ബിംഗ് സെക്ഷനും കൂടി ഇട്ടിട്ട് മാത്രമേ ഒരു ട്രെയിലർ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി 5 ദിവസം ഷൂട്ടുണ്ട്. ഒരു 1,00,000 കുറവും കൂടെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയെങ്കിലും കണ്ടെത്തി ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾക്ക് വരുമ്പോൾ എടുക്കാമെന്നും പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2 ലേഡീസ്, അതേപോലെ തന്നെ ഒരു 7-8 ബോയ്സിനും അതിനകത്ത് അവസരമുണ്ട്. ഒരുപാട് സീനുകളില്ല എങ്കിലും ഒരു മിനിമം ഒരു 5 സീനെങ്കിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ വഴിച്ചിലവ്, അതായത് യാത്ര, ഫുഡ്, മേക്കപ്പ്, ക്യാമറ, ഇതൊക്കെ ചിലവാണ്. അപ്പോൾ അത് ഫ്രീ ആയിട്ട് നമുക്ക് തരാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കേരള പോലീസിൻ്റെ ഒരു എൻഡിനും നിങ്ങൾക്ക് നിങ്ങളുടേതായ ചെറിയൊരു സിനിമ, മോഹൻലാലും മമ്മൂട്ടിയൊന്നും ഇല്ല ഇതിനകത്ത്, തിയേറ്ററും ഇല്ല, ഞങ്ങളെല്ലാവരും ഇതേപോലെ സ്ട്രഗിൾ എടുത്ത് ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ അതിനകത്ത് ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഈ ചാനലിലൊക്കെ തന്നെ ഉണ്ട്. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ മാന്യമായിട്ട് വന്നിട്ട് ഒരു 2-3 ദിവസം നമ്മുടെ കൂടെ നിന്ന് ആ മൂവിയിലൊരു ഭാഗമാകാം. ഇപ്പോൾ സ്ഫടികമാണെങ്കിലും ബാഹുബലി ആണെങ്കിലും മനാഫിൻ്റെ സിനിമയാണെങ്കിലും ഇനി ഷോർട്ട് ഫിലിം ആണെങ്കിലും അത് ഇറക്കുമ്പോഴേ നമുക്ക് അതിനകത്ത് ആഡാവാൻ പറ്റുള്ളൂ. അത് ഇറക്കി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ആ ഒരു കഥാപാത്രമായിരിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ രീതിയിൽ തന്നെ ഫൈസൽ ഇരിക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചെറിയ ചെറിയ വേഷങ്ങൾക്ക് പോയിട്ടാണ് ഇപ്പം പൃഥ്വിരാജിൻ്റെ കൂടെ നല്ലൊരു പടത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന സംഭവമാണ്. അപ്പം നമുക്ക് വീണ് കിട്ടുന്ന ഇതേപോലുള്ള ഓപ്പർച്യൂണിറ്റി കഴിവുള്ളവർ ചെയ്യുക. കാര്യം നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാവർക്കും അവസരം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് നല്ല കഴിവുള്ള ആർട്ടിസ്റ്റുകൾ എനിക്കറിയാം. ഔഡി പ്ലസിൽ, കോളനി മൂവിയിൽ, ഈ കോളനി മൂവിയിൽ ഔഡി പ്ലസിൽ ഒന്നും അവസരം കൊടുക്കാൻ പറ്റാത്തവർ തന്നെ പുറത്ത് നിൽപ്പുണ്ട്, കഴിവുള്ള ആൾക്കാർ. പക്ഷേ അവിടെ പ്രശ്നം നമുക്ക് ഫണ്ടില്ല. ആഗ്രഹം മാത്രം പോരല്ലോ. നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് കിടക്കണമെങ്കിലും നിങ്ങൾക്ക് ലൊക്കേഷനിൽ എത്തിച്ചേരണമെങ്കിലും എണ്ണ വേണം, വാഹനം വേണം, ഷൂട്ട് ചെയ്യാൻ ക്യാമറ വേണം. ഒരു പോസ്റ്റർ ചെയ്ത് തരാൻ തന്നെ 500-1000 രൂപയൊക്കെ മിനിമം ആണേ.
പോസ്റ്റ് ചെയ്യുന്നതൊക്കെ 10,000 രൂപ കൊടുത്ത് 3, 4 ഒരാഴ്ചയൊക്കെ ഇരുന്ന് ചെയ്യുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഒരു പോസ്റ്ററിന് 10,000 രൂപ ഡിസൈൻ ചാർജ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചിന്തിക്കാനൊക്കത്തില്ല. അപ്പോൾ നമ്മുടെ ചെറിയ ലേബലിൽ നിന്ന് നമ്മൾ ചെറിയ പ്രോജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്തായാലും കേരള പോലീസിൻ്റെ 4ാമത്തെ ഷെഡ്യൂളോടുകൂടി തൽക്കാലം നമ്മളിവിടെ നിർത്തുകയാണ്. ഇനി ഇലക്ഷനൊക്കെ ഉണ്ട്. ഇലക്ഷനൊക്കെ തുടങ്ങി, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഇൻ്റർവ്യൂസ് ഉണ്ട്. അതേപോലെ തന്നെ ഇനി എൻ്റെ ജീവിതത്തിലേക്കാണ് അത്യാവശ്യം കടക്കാനുള്ളത്. അടുത്ത ഒരു എപ്പിസോഡിൽ എൻ്റെ നിലവിലെ സിറ്റുവേഷൻ എന്താണെന്നും ഒരു ബ്ലാക്ക് ഔട്ട്, അതായത് ജീവിതത്തിലെ ഒരു ബ്ലാക്ക് ഔട്ട് വേണ്ട ഒരു സിറ്റുവേഷനാണ്. ഏകദേശം 40 വയസ്സ് വരെയും നമ്മൾ കളിച്ചും ചിരിച്ചും അബദ്ധം പറ്റിയൊക്കെ ഇങ്ങനെ പോകും. പക്ഷേ ഒരു 40 വയസ്സാവുന്നതോടുകൂടി നമ്മൾ ജീവിതം പഠിക്കുകയാണ്. ചതിയും വഞ്ചനയും സന്തോഷവും സമാധാനവും എന്താണെന്ന് തിരിച്ചറിയുകയാണ്. അപ്പോൾ എന്തായാലും ദൈവം ആയുസ്സ് തന്നാൽ ഈ ബ്ലാക്ക് ഔട്ടൊക്കെ ഒന്ന് മാറി ഒരു വൈറ്റ് ലൈറ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള സമയമാണ്. ഇനി നഷ്ടപ്പെടുത്തി കളയാൻ സമയമില്ല. അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ നിലവിലുള്ള എൻ്റെ ലൈഫിൽ ഉള്ള പ്രശ്നങ്ങളും മനസ്സിലുള്ള കുറച്ച് ആശയങ്ങളും ഒക്കെ സംസാരിക്കാം. എന്തായാലും സിനിമയുടെ ഒരു എപ്പിസോഡ് നമുക്ക് ഇവിടെ കൊണ്ട് തൽക്കാലം ചവിട്ടാം. ഇനി 5ാമത്തെ എപ്പിസോഡ് ഈ ഈ കേരള പോലീസ് എന്തെങ്കിലും ഫിനിഷ് ആവുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നമ്മളത് അറിയിക്കും. ഇനിയിപ്പോൾ ട്രെയിലർ വരാനുണ്ട്. OTT പ്ലാറ്റ്ഫോമിൽ കേരള പോലീസ് റിലീസായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളുണ്ട്. അതായത് ഈ കേരള പോലീസിൻ്റെയെങ്കിലും അണിയറ പ്രവർത്തനമുണ്ട്. അതായത് BG, ഫോളി, ഡബ്ബിങ്, അപ്ലോഡിങ്, അങ്ങനെ പറയുന്ന കുറേ സംഭവം. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കാരണവശാലും എനിക്ക് വിഷയത്തിന് ദാരിദ്ര്യമില്ല. കാരണം എൻ്റെ കണ്ടന്റുകളൊക്കെ ചെറിയൊരു എപ്പിസോഡായിട്ട് കട്ട് ചെയ്തിട്ടാൽ പോലും ഏകദേശം എനിക്ക് തോന്നുന്നു 1 വർഷം ഓടിക്കാനുള്ള കണ്ടന്റുകൾ എൻ്റെ നിലവിലുള്ള ജീവിത ചരിത്രത്തിനുണ്ട്. ഞാൻ പറഞ്ഞു വെച്ച ഈ 30 എപ്പിസോഡിൽ നിന്നും അതുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായി അറിയാം. അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും